Cut. ഹായ് ഫ്രണ്ട്സ്, സ്റ്റിക്സ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നെറ്റി മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് കുർത്തീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പ്യുവർ കോട്ടൺ ആണ്. നമ്മൾ ഈ വേനലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതാ ഈ ഒരു കുർത്തിയിൽ ഞാൻ സാധാ ഓപ്പണിംഗ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുർത്തിയാണ് കാണിച്ചു തരുന്നത്. നമ്മൾ എന്തെങ്കിലും മോഡലെല്ലാം വെച്ച് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ കുർത്തി ചെയ്യുന്നതായിരിക്കും ഈ ഒരു മെറ്റീരിയൽ നല്ലത്. അപ്പോൾ ഇതിന് നെക്കിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒരു ഇത് വെച്ച് കൊടുത്തിട്ട് ബട്ടണൊക്കെ കൊടുത്ത് ഒരു ടസലൊക്കെ വെച്ചിട്ട് കുറച്ച് നെക്കൊന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ നോർമലി ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഓപ്പൺ ആയിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്താലെന്ന് വെച്ചാൽ നമുക്ക് നെറ്റ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ നെറ്റ് എത്രത്തോളം കാലം ഇടുന്നോ അത്രയും കാലം ഈ ഒരു കുർത്തിയും നമുക്ക് യൂസ് ചെയ്യാം. കാരണം പെട്ടെന്നൊന്നും മോശമായിട്ട് അങ്ങനെ പോവില്ല. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ 3/4 സ്ലീവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തത്. ഇനി അടുത്തൊരു കുർത്തി വന്നിട്ട് ഇതും സിമ്പിൾ നോർമൽ എന്താ പറയുക ഓപ്പൺ കുർത്തി തന്നെയാണ്. ഇതും നെറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. സ്ലീവും സെയിം തന്നെയാണ്. ഈ ഒരു കുർത്തി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക മൊത്തം വരുന്ന ഈ ഒരു രീതിയിൽ വരുന്ന മെറ്റീരിയലാണ്. അപ്പം ഇതിൽ ആ പിങ്ക് ഭാഗമാണ് ഞാൻ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കി ബോഡി പാർട്ടിലേക്ക് ആ ഒരു മോൾ ഭാഗം കൊടുത്തു. അപ്പം എന്തും നമ്മളെ ഐഡിയ പോലെ നമുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. പിന്നെ നെക്കിൻ്റെ ഭാഗത്ത് അതിൽ നിന്ന് ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് അതേ ഷേപ്പിൽ മടക്കിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതാണ്. ഇത് ജസ്റ്റ് നെക്കിൻ്റെ ഭാഗം ചെറിയൊരു ഇത് വെച്ച് കൊടുത്തതേ ഉള്ളൂ. ഇതിനി ജസ്റ്റ് ബട്ടണും കാര്യങ്ങളും വരണം അത്രയും. അപ്പം അതിപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമലി നമ്മളെ നെറ്റിക്ക് എന്ന് വെച്ചാൽ ചെറിയൊരു സ്ലീവ് കിട്ടും. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഒരു 2 ഇഞ്ച് പോലും കൂട്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അന്നേരം നമുക്ക് കറക്റ്റ് സ്ലീവ് കിട്ടും. ഇതും ഓപ്പൺ കുർത്തി തന്നെയാണ്. സ്റ്റെപ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പം ഓരോ നെക്കും ഡിസൈൻ ചെയ്തെടുക്കുമ്പം ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന് വിചാരിക്കലുണ്ട്. പക്ഷേ ചിലപ്പോൾ തിരക്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ വിചാരിക്കും ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ നെക്കാണ് ഞാൻ എല്ലാം ചെയ്തെടുത്തത്. അപ്പം പിന്നെ ഇട്ടിട്ട് വെറുതെ ഒരു ഇതായി പോവോ ഉപയോഗമില്ലാണ്ടായി പോവോ എന്ന് വിചാരിച്ചിട്ട് ബാക്കോട്ട് അടിക്കലാണ് പൊതുവെ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയാണെന്നുണ്ടായിന്, നല്ല രസമുണ്ടായിന് ടോപ്പ് കാണാൻ. അപ്പോൾ ഇതും ഒരു ഓപ്പൺ കുർത്തി തന്നെയാണ്. ഇതിലും സ്ലീവ് സെയിം തന്നെയാണ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് വന്നിട്ട് ഇങ്ങനെ ചെക്ക്. ഇതിപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ള ഒരു തുണിയാണെന്നാണ്. പക്ഷേ ഈ ഒരു ഇത് എനിക്ക് നെറ്റി മെറ്റീരിയൽ തന്നെ കിട്ടിയതാണ്.
മറ്റ് കട്ട് പീസിൻ്റെ ഷോപ്പിലൊക്കെ പോയപ്പോൾ ഇതിന് ഒരു എന്താ പറയുക മീറ്ററിന് തന്നെ ഒരു 100 എബോ അങ്ങനെ റേറ്റ് കാണുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ 3 മീറ്റർ എന്താ പറയുക സാധാരണ നൈറ്റി മെറ്റീരിയലിൻ്റെ ഒരു റേറ്റിൽ എനിക്ക് കിട്ടിയതാണ്. അപ്പം ഈ ഒരു രീതിയിൽ നെക്ക് ഞാനിവിടെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവും സെയിം തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ എനിക്ക് 2 മെറ്റീരിയൽ ഇത് സെയിം ഉണ്ടായിന്. അപ്പം രണ്ടും എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു നെക്ക് ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു നെക്കിൻ്റെ ഡിസൈനാണ്. അപ്പം ഇതിന് ചുറ്റും ഒരു ലേസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ലൈനിങ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് മെലിഞ്ഞിട്ടുള്ള ആളും ഒരുപാട് തടിച്ചിട്ടുള്ള ആളും ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പം ലൈനിങ് വെക്കുന്നതായിരിക്കും നല്ലത്. അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. എല്ലാവരും ഇതും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ മെലിഞ്ഞ ആൾക്കാവുമ്പം നല്ലോണം മെലിഞ്ഞിട്ടും കാണിക്കില്ല, തടിച്ചാകുമ്പോൾ ശരീരഭാഗങ്ങൾ അങ്ങനെ എടുത്തും കാണിക്കില്ല. അപ്പം അതാണ് ലൈനിങ് വെക്കുന്നതിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തതാണ്. ഈ ഒരു കുർത്തിയിൽ ഇതും നൈറ്റീൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇതാ സിമ്പിളായിട്ട് സ്ക്വയർ നെക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതിലും ലൈനിങ് വെച്ചിട്ടുണ്ട്. സ്ലീവ് എല്ലാം സെയിം തന്നെയാണ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത്. അപ്പം ഇതിലും സെയിം തന്നെയാണ് സ്ക്വയറായിട്ട് നെക്ക് കൊടുത്തിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള കുർത്തിയാണ്. ഇതിലും ഞാൻ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ നൈറ്റി അങ്ങനെ ഉപയോഗിക്കാത്ത ആൾ ഇങ്ങനെ ചെയ്തെടുത്താൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇത് തന്നെയായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇപ്പം കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്ത നൈറ്റീസ് 2-3 നൈറ്റി ഉണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പുതിയ മെറ്റീരിയൽസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതിന് പകരം എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്ത വീഡിയോ ഞാൻ ഇട്ടത്. അപ്പോൾ ഈ ഒരു നെക്ക് ഞാൻ എൻ്റെ ഇവിടെ സ്റ്റിച്ചിങ് മെഷീനിൽ തന്നെ ജസ്റ്റ് സിഗ്സാഗ് സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തെടുത്ത ഒരു നെക്കിൻ്റെ ഡിസൈനാണ്. ഇതൊരു 56 സൈസിലുള്ള നൈറ്റിയാണ് കേട്ടോ. ബാക്കിയെല്ലാം നോർമൽ ഷേപ്പും കാര്യമെല്ലാം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഈ ഒരു നൈറ്റി ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ പ്രീവിയസ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ മുമ്പിലുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കാണുക. ഇത് അതുപോലെ വേറൊരു നൈറ്റിയാണ്. ഇതും സിമ്പിളായിട്ട് നെക്ക് ചെയ്തെടുത്തത് തന്നെയാണ്. ഇത് രണ്ടും 58 സൈസിലുള്ള നൈറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു ട്രിക്സ് ആൻഡ് ടിപ്സുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.